മന്ത്രി ആവർത്തിച്ച് പറഞ്ഞു ഇത് എന്ന് അവസാനിക്കും എന്നുള്ളത്. വെറുതെ യോഗങ്ങൾ നടത്തി മാസങ്ങൾ നടത്തി പോകുന്നതല്ലാതെ മൂന്നാമത്തെ യോഗമാണ് മന്ത്രി OJ ജനീഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. പക്ഷെ നമുക്കൊരു വ്യക്തത ഇതുവരെ കിട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അത് പൂർത്തീകരിക്കും എന്ന് പറഞ്ഞപ്പോൾ PD പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഇപ്പോഴത്തെ ഈ എടുത്തിരിക്കുന്ന ടെൻഡർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് കഴിയുകയാണ്. അപ്പോൾ 5 മാസമാണ് നമ്മുടെ പാലത്തിന്റെ ഒരു പൂർത്തീകരണത്തിന് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത് സർവീസ് റോഡ് ഇപ്പോൾ ഈ എടുത്ത ടെൻഡറിൽ ഇല്ല. ആ സർവീസ് റോഡ് ഇപ്പോൾ ഈ ടെൻഡർ കഴിഞ്ഞ് അടുത്ത ടെൻഡറിലേക്കാണ് നമ്മുടെ പെരുമ്പി മുതൽ മുരുങ്ങൂർ വരെയുള്ള പാലത്തിന്റെ ടെൻഡർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ ടെൻഡറിൽ ഇടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കാനകളുടെ നിർമ്മാണം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി മറ്റു ഭാഗത്തേക്ക് ഇപ്പം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചെറങ്ങര അതാണ് വിഷയം. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, കാന അടഞ്ഞിരിക്കുകയാണ്. അല്ലാതെ തുറന്ന് ഒരു ഭാഗത്തേക്ക് വെള്ളം ഒഴുക്കി വിടാൻ പാകത്തിന് വന്നിട്ടില്ല. റെയിൽവേയുടെ തടസ്സവും മറ്റു തടസ്സങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അത് സുഗമമാക്കി തന്നെ പോകണം. അത് നിർബന്ധമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. മന്ത്രിക്ക് PD ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റിനുള്ളിൽ ചെയ്യും എന്നാണ് ഇന്നലെ എടുത്ത്. നടുവിലെ സ്പാനിന്റെ പണി പൂർത്തിയായിരിക്കും. മറ്റേത് 5 മാസത്തിനുള്ളിലാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സംവിധാനങ്ങൾ, നാട്ടിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന മേഖലകൾ, അത് കൃത്യമായിട്ട് മുകളിലുള്ള അധികാരികളെ അറിയിച്ച് ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള സംഭവമാണ്. ഞാനിത് പറയാൻ കാരണം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീല സുബ്രഹ്മണ്യൻ ഇന്നലെ വൈകുന്നേരം, അവർക്ക് പ്രത്യേക അറിയിപ്പോ ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, സംവിധാനങ്ങൾ വഴിയായിട്ട് അറിഞ്ഞ് ലീല സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ മന്ത്രി OJ ജനീഷ് വിളിച്ചു ചേർത്ത ഒരു മീറ്റിങ്ങിൽ പോയി. ആ മീറ്റിങ്ങിൽ അവർ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു. ഈ പോക്ക്, ഈ NHI സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ജനങ്ങളെ കൂടെ നിർത്തി ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് കാന നിർമ്മാണം. ഈ കാന നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ചെറങ്ങര ഭാഗങ്ങളിൽ വെള്ളം അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് അടിക്കുന്നു എന്നിങ്ങനെ വളരെ കൃത്യമായ കാര്യങ്ങൾ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അതിന് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു മറുപടിയാണ് കിട്ടിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ കൊരട്ടി പെരുന്നാൾ വരാൻ പോകുന്നു. ഈ കൊരട്ടി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മധ്യഭാഗത്തുള്ള സ്പാൻ, അതിൻ്റെ നിർമ്മാണം പെരുന്നാളിന് മുന്നേ പൂർത്തിയാക്കും എന്നുള്ള ഒരു ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ചെറങ്ങര ഉൾപ്പെടെയുള്ള കൊരട്ടി ജംഗ്ഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളെല്ലാം വന്നിട്ടുള്ള ഈ സ്ലാബ് പൊട്ടൽ, കാനയുടെ അശാസ്ത്രീയമായ നിർമ്മാണം, ഇതെല്ലാം കൃത്യമായി ധരിപ്പിച്ചു. ആ വിഷയങ്ങളിലൊക്കെ തന്നെ സത്യമായ ഇടപെടലുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊരട്ടി മുരുങ്ങൂര് പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകളുടെ ഒരു ചിരകാല സ്വപ്നം ഈ പെരുമ്പി മുതൽ മുരുങ്ങൂർ വരെ സർവീസ് റോഡ്, ഇരുവശങ്ങളിലും സർവീസ് റോഡില്ല. ആ സർവീസ് റോഡില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത്. അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ലീല സുബ്രഹ്മണ്യൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. അത് മുൻപും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അത്തരം കാര്യത്തിൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും നല്ല ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ടെൻഡിങ് കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ടെൻഡറിങ് വരും. അതിനുശേഷം വർക്കുകൾ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. 5 മാസത്തിനുള്ളിൽ തന്നെ ഈ മേൽപ്പാലങ്ങളുടെ പണി തീരുമെന്നാണ് പ്രസിഡന്റ് ജയഫേസുമായി സംസാരിച്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. എന്തായാലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഈ എഫേർട്ടിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ MP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു യോഗം ഇവിടെ വിളിക്കാനായിട്ടുള്ള കാര്യം മുൻപ് പറഞ്ഞിരുന്നു. ആ വിഷയത്തിലും ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. ഇപ്പോഴും ഇന്നും സ്ലാബ് പൊട്ടിയിട്ടുണ്ട്. സ്ലാബുകൾ യാതൊരുവിധ ഇടപെടില്ല. അതായത് പ്രസിഡന്റ് അവിടെ സംസാരിച്ചത് പൂഴിമണൽ പൊടി പോലെയാണ് ഈ സ്ലാബ് പൊടിഞ്ഞിട്ട് വീണതെന്നാണ് അവിടെ യോഗത്തിൽ അവതരിപ്പിച്ചത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മേൽപ്പാലത്തിൻ്റെ പണി കഴിഞ്ഞ് ജനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യം ലഭിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇന്നലെ മന്ത്രി അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടിയ യോഗമായിരുന്നു. സത്യത്തിൽ നമുക്ക് അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. DDP വിളിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ DDP വിളിച്ച് കിട്ടിയ ഒരു അറിവ് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ പോയത്. അപ്പോൾ അങ്ങനെ മന്ത്രി NHയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് വിളിച്ച് അടിയന്തരമായിട്ട് കൂട്ടിയത്. നമ്മുടെ കൊരട്ടിയെ സംബന്ധിച്ചിടത്തോളം കൊരട്ടിയിൽ ഇത്രയേറെ വികസന സാധ്യതകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമുക്ക് നടക്കുന്നൊരു ഭാഗം കൂടിയാണ് NH. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി തന്നെയാണ് NH കടന്നു പോകുന്നത്. അപ്പോൾ NHന്റെ കിഴക്ക് ഭാഗത്തും വിദ്യാലയം, അതുപോലെ ഇൻഫോ പാർക്ക്, കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങളും, പടിഞ്ഞാറ് ഭാഗത്ത് അത്ഭുത പ്രവർത്തിയായ കൊറ്റുമുത്തിയുടെ പള്ളി, അതുപോലെ വിദ്യാലയം, പഞ്ചായത്ത്, കൃഷിഭവൻ, എല്ലാ സ്ഥാപനങ്ങളും ഈ പടിഞ്ഞാറ് ഭാഗത്തും. അപ്പം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾക്ക് പാസ് ചെയ്ത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് കൊരട്ടി. അപ്പോൾ കൊരട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് നമ്മൾ പോയത്, ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ. അപ്പോൾ ഇന്നലെ മന്ത്രി, കളക്ടർ അടങ്ങുന്ന എല്ലാവരും തന്നെ സന്നിധരായിരുന്നു. ഇവിടുന്ന് പോരുന്ന പെരുമ്പിക്കും JTSനും ഇടയിലുള്ള NHന്റെ സർവീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് പാടത്തിനോടാണ്. അവിടെ ആണെങ്കിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന പതിവ് സ്ഥിരം അവിടെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഇങ്ങനെ തുറസായിട്ട് കിടക്കുന്നതുകൊണ്ട് വണ്ടികൾ വന്ന് എളുപ്പം വന്ന്, ഈ കഴിഞ്ഞ ദിവസം കൂടി ഒരു വണ്ടി പിടിക്കേണ്ടായി.
നമ്മൾ അവിടെ കൊണ്ടുവന്ന് മിറർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ചു പൊളിച്ച് കളയാണ്. അപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ NH-മായി ബന്ധപ്പെട്ട ആവശ്യം സർവീസ് റോഡ് ഉണ്ടാക്കുക തന്നെയാണ്. നമ്മുടെ പെരുമ്പി മുതൽ മുരുങ്ങൂർ വരെയുള്ള സർവീസ് റോഡുകൾ ഇരുഭാഗത്തും നമുക്ക് നിർമ്മിച്ച് കിട്ടണം. ആദ്യം ചെയ്യേണ്ടുന്ന ഒരു പ്രവൃത്തി അത് തന്നെയായിരുന്നു. ഗതാഗതം സുഗമമായിട്ട് പോയിട്ട് വേണമായിരുന്നു മറ്റു പണികൾ തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം മുരുങ്ങൂരും ചെറങ്ങരയും പാലങ്ങളുടെ പണി കഴിഞ്ഞിരിക്കുന്നു. അത് സന്തോഷം. നിരവധിയായ കടമ്പകൾ കടന്നിട്ടാണെങ്കിൽ പോലും അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയി അത് സുഖമായിട്ട് പോകുന്നു. ഇപ്പോൾ കൊരട്ടിയുടെ പാലത്തിൻ്റെ കാര്യത്തിലാണ് ജനങ്ങൾ ആശങ്കപ്പെടുന്നത്. ആശങ്ക എന്ന് പറഞ്ഞാൽ എല്ലാ കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റത്തില്ല, ഒന്നിനും ഗതാഗതം ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കൊച്ചുകുത്തിയുടെ തിരുനാൾ ഈ ഒക്ടോബറിൽ 14-ാം തീയതി നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഈ പണി എന്ന് പൂർത്തീകരിക്കും? നമുക്കൊരു അക്കമിട്ട് കാര്യങ്ങൾ ഇതിൽ എന്ന് നടക്കും എന്നുള്ളത് ഒന്നാമത് ചോദിച്ചു. രണ്ടാമത് നമ്മളുടെ മുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ച് 3 സ്പാനുകൾ അടങ്ങിയ പാലമാണ് കൊച്ചിക്കുള്ളത്. അതിൽ നടുവിലത്തെ സ്പാനെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് അത് പണിത് കിട്ടിയിട്ട് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കാൻ തിരുനാളുമായി ബന്ധപ്പെട്ടിട്ടെങ്കിലും നമുക്ക് കിട്ടണമെന്നുള്ള ആവശ്യം ശക്തമായിട്ട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു. പിന്നീട് വരുന്നത് കാനകളുടെ കാര്യത്തിൽ ഇപ്പം ചെറങ്ങരയും ഇന്നലെ അതും ആവർത്തിച്ച് നമ്മുടെ വിനീറ്റ്സിൽ നോക്കിയാൽ അറിയാം. കാനകളുടെ കൊരട്ടിയുടെ ഇപ്പം നടന്നതും നമ്മൾ അത്ര ആശയ്ക്ക് വകയുണ്ട് എന്ന് തോന്നുന്നില്ല. അശാസ്ത്രീയമായിട്ട് തന്നെയാണ്. ഇന്നലെ അത് സൂചിപ്പിക്കേണ്ടായിരുന്നു. നമ്മുടെ ഒരു ലെവൽസോ മറ്റു കാര്യങ്ങളും നോക്കാതെ ഒരു തുടക്കത്തിൽ നിന്ന് അവസാനിച്ച ഒരു വെള്ളത്തെ ഒഴുക്കി വിടാവുന്ന രീതിയിലല്ല കാനയുടെ നിർമ്മാണം. അത് അശാസ്ത്രീയമാണ്. കൂടാതെ അവിടെ ഇട്ടിരിക്കുന്ന സ്ലാബ് ഇന്ന് ഞാൻ പോരുമ്പോഴും അവിടെ പണി നടക്കുകയാണെന്ന് പറഞ്ഞു. സ്ലാബ് പൊട്ടിയിട്ട് അതിൽ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെ തന്നെയാണ്. സ്ലാബ് പൊട്ടിയിട്ട് അവലോസ് പൊടി പോലെയാണ് അത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കൊച്ചി ജംഗ്ഷനിൽ ബേബി ബ്രദേഴ്സിന്റെ മുൻവശത്ത് നടന്ന ഇതിൽ നമ്മൾ 2 മണിക്കൂറോളം ശ്രമിക്കേണ്ടായിരുന്നു കാനയില കുഴി വന്നുകൊണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.